മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ രൂക്ഷ വിമർശനവുമായി മുൻ ആരോഗ്യ ഡയറക്ടർ സരിത ശിവരാമൻ. എന്നാൽ കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലത്ത് എല്ലാവരും ആ മേഖലയെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അത് ആരോഗ്യ വകുപ്പ് മന്ത്രിയായി ശൈലജ ടീച്ചർ ആ വകുപ്പിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്നത് കൊണ്ടാണെന്നുമാണ് ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ കാലത്തായിരുന്നു സരിത ആരോഗ്യ ഡയറക്ടറായിരുന്നത്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായപ്പോൾ കരുത്തും ആത്മവിശ്വാസവും പകർന്ന് കൂടെ നിന്ന ജനപ്രതിനിധികളെ ഓർക്കുന്നു എന്നാണ് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാകില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യം തന്ന ഊർജം ചെറുതൊന്നുമല്ല. പ്രളയത്തിലും ചുഴലിക്കാറ്റിലുമൊക്കെ ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ വകുപ്പ് പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു. മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന വാർത്ത കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോയതാണ് സരിത ശിവരാമൻ കുറിച്ചത് ഇങ്ങനെയാണ്. ഇന്നലെ രാവിലെ 10:50 ബിന്ദുവിന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം വൈകിയതിൽ വലിയ വിമർശനങ്ങളാണ് ആരോഗ്യ വകുപ്പിനും മന്ത്രി വീണ ജോർജിനുമെതിരെ ഉയർന്നത്. കെട്ടിടത്തിനുള്ളിൽ ആൾ കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന് ദൃക്സാക്ഷികൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും സ്ഥലത്തെത്തിയ മന്ത്രിമാരും ആശുപത്രി അധികൃതരും അംഗീകരിച്ചില്ല. മാധ്യമങ്ങളോടും മന്ത്രിമാർ ഇക്കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് 2 മണിക്കൂറോളം വൈകിയാണ് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത്. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർക്കാരിന്റെ സഹായവും പിന്തുണയും അവർക്കുണ്ടാകും. ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വാർത്താക്കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ആരോഗ്യ രംഗത്ത് കേരളം 1-ാം സ്ഥാനത്താണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നതിനെ വിമർശിച്ച് NK പ്രേമചന്ദ്രൻ MPയും രംഗത്ത് വന്നു. സാധാരണക്കാർ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോവുകയാണെന്നാണ് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തിയത്. മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ആരോഗ്യരംഗത്ത് കേരളം 1-ാം സ്ഥാനത്താണെന്ന അവകാശവാദം ഉന്നയിക്കരുതെന്നും പ്രേമചന്ദ്രൻ തുറന്നടിക്കുകയും ചെയ്തു. കേരളത്തിലെ മന്ത്രിമാർ ധാർഷ്ട്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ധിക്കാരത്തോടെ പെരുമാറുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് മന്ത്രിമാരായ വാസവനും വീണ ജോർജിനുമെതിരെ കേസെടുക്കണം. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം. അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രി പുറത്താക്കണം. ഗുരുതരമായ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് MV ഗോവിന്ദന് മന്ത്രിമാരെ ന്യായീകരിക്കാൻ കഴിയുന്നത്? എന്തു പറഞ്ഞാലും ചെയ്താലും CPM ന്യായീകരിക്കും. എന്ത് തോന്നിവാസം കാണിച്ചാലും പിന്തുണയ്ക്കും. TP ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കിയതിനെയും ന്യായീകരിച്ച പാർട്ടിയാണിതെന്നും പ്രേമചന്ദ്രൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തലയ്ക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് ബിന്ദുവിന്റെ മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തു വന്നു. വാരിയെല്ലുകൾ പൂർണ്ണമായി മുടിഞ്ഞു. ഇന്നലെ രാവിലെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 14-ാം വാർഡ് കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനായി എത്തിയ ബിന്ദു മരണപ്പെട്ടത്. 2.5 മണിക്കൂർ നേരമാണ് ബിന്ദു തകർന്നു വീണ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടന്നത്. ബിന്ദുവിന്റെ ശ്വാസകോശം, കരൾ, ഹൃദയം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി ക്ഷതമേറ്റിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.